ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പിരിഞ്ഞ പാൽ വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വിഭവങ്ങളുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴായിട്ട് സംഭവിക്കാറുള്ളതാണ് പാൽ പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ദിവസം വെച്ചിട്ട് അങ്ങനെ ഒന്നുമല്ല, നമുക്ക് കുറച്ചൊന്ന് ഫ്രിഡ്ജിലൊക്കെ വെക്കാനുള്ള അതിൻ്റെ ഒരു സമയം കുറച്ചൊന്ന് ലേറ്റായി പോയാൽ അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റിൻ്റെ മാറ്റം കൊണ്ട് ചിലപ്പോൾ പാൽ പിരിഞ്ഞു പോവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പിരിഞ്ഞ പാൽ വെച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പാൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് മലായി പെടയാണ്. അപ്പോൾ നമുക്ക് പാൽ പിരിയുമ്പോൾ നന്നായിട്ട് പിരിഞ്ഞ് കിട്ടില്ല, കുറേശ്ശേ ആയിട്ടാണ് പിരിഞ്ഞ് വരുന്നത്. ഇതിലിപ്പോൾ 1 ലിറ്റർ പാലുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി പിരിഞ്ഞിട്ടുള്ള പാലാണ്. അപ്പോൾ ഇതിലോട്ട് വിനീഗർ ചേർത്ത് കൊടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പിരിഞ്ഞ് വരും. പിന്നെ ഈ ഒരു മലായി പേട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ കേക്കൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വിപ്പിംഗ് ക്രീമൊക്കെ ലൂസായിട്ടുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളവും ആ ഒരു പാൽ മിശ്രിതവും ഒക്കെ സെപ്പറേറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി കളയണം. വെള്ളം നല്ലോണം പ്രസ് ചെയ്തിട്ട് വെള്ളം കളഞ്ഞിട്ട് വീണ്ടും 1-2 പ്രാവശ്യം നോർമൽ വെള്ളം ചേർത്തിട്ട് ഒന്ന് വാഷ് ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിലോട്ട് നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെള്ളം പ്രസ് ചെയ്തിട്ട് ഊറ്റിക്കളയുക. അങ്ങനെ 1-2 പ്രാവശ്യം ചെയ്യുക കേട്ടോ. എന്നിട്ട് വെള്ളം കംപ്ലീറ്റ് ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്കിത് ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ ഞാനിത് കുറേ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ 1-2 പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ വെള്ളം വെറുതെ കളയണ്ടേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ വെള്ളം അങ്ങനെ കളയണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് സൂപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. അതുപോലെ ചപ്പാത്തി മാവ് കുഴക്കുമ്പോഴൊക്കെ ഈ ഒരു വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാനിതുവരെ ഇതിൻ്റെ വെള്ളം അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്യാം നമുക്കങ്ങനെ കളയണ്ട എന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടുള്ള പാൽ വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പിരിഞ്ഞ പാൽ കുറച്ചേ ഉള്ളൂ എങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പാൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. വിനീഗർ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂണൊക്കെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ അതുപോലെ 1 ലിറ്റർ പാലിൻ്റെ ആണല്ലോ ഞാൻ കാണിച്ചത്. അപ്പോൾ എത്രത്തോളം നമ്മൾ കൂടുതൽ ചെയ്യുന്നുണ്ട് അത്രയും വിപ്പിംഗ് ക്രീം കൂടുതൽ എടുക്കുക. ഓക്കെ. പിന്നെ അതുപോലെ പിരിഞ്ഞ പാൽ കുറച്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ അരിപ്പയിലിട്ടിട്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത ശേഷം നല്ലൊരു കണ്ടെയ്നറിലിട്ടിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ മതി. കുറച്ചധികം ആകുമ്പോൾ വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് മലായി പേട അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നല്ലോണം ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂറോളം ഒന്ന് ഇങ്ങനെ തന്നെ വെക്കാട്ടോ ഒരു അരിപ്പയിൽ. എന്നിട്ട് നമുക്ക് ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 1/2 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. ഒന്നിച്ച് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 2 പ്രാവശ്യം കുറേശ്ശേ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു ക്രീമി പരുവത്തിൽ, ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ, ഞാൻ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്രീമി പരുവത്തിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു പാത്രം ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച ഈ ഒരു പാൽ മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സായി വരണം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് റിക്കോട്ട ചീസ് എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ചേർത്തിട്ട് പിരിച്ചെടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ അത് റിക്കോട്ട ചീസായിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം മിക്സായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ബട്ടറിൽ കിടന്നിട്ടൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽട്ടായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഒന്ന് മെൽട്ടായിട്ട് വന്നോളും. അപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരു മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് പൗഡറാണ്. അപ്പോൾ 1/2 കപ്പ് മിൽക്ക് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്നിച്ചല്ല.
കുറേശ്ശെ ചേർത്തിട്ട് ഒരു കാൽഭാഗം എന്ന രീതിയിൽ ചേർത്തിട്ട് 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നൊരു പരുവമായി കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന പരുവമായി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മിൽക്ക് പൗഡറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറേ നേരം ഇങ്ങനെ ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന പരുവമാകുന്നുണ്ട്. ഇതിപ്പോൾ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. അതുപോലെ ചെറുതായിട്ട് നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ബോൾസാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് ചെറിയ ബോൾ ഷേപ്പിലോട്ട് ആക്കിയിട്ട് പേടയുടെ ഷേപ്പിലോട്ടൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ട് ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ട് നടുക്കൊന്ന് ഒരു വിരൽ വെച്ചിട്ട് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു പേടയുടെ ഷേപ്പിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ബദാം ഒന്ന് നടുക്ക് കട്ട് ചെയ്തിട്ട് പകുതി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബദാമിൻ്റെ തൊലി കളയാനായിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് ബദാമിൻ്റെ തൊലി മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ പകുതിയാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് മലായി പേട. അപ്പോൾ ഇനി പിരിഞ്ഞ പാൽ കളയാണ്ട് നമുക്കിതുപോലെ മലായി പേട ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇനിയും ഒരുപാട് വിഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടുള്ള പാൽ വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് രസഗുലയാണ്. അപ്പോൾ രസഗുല നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പാൽ വെച്ചിട്ടും ചെയ്യാം, ഇതുപോലെ പിരിഞ്ഞ പാൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിരിഞ്ഞ പാലിലോട്ട് വിനീഗർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിരിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്, നല്ലോണം പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിരിഞ്ഞ പാൽ വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിലോട്ടൊരു 2-3 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ട് വീണ്ടും തിളപ്പിച്ചാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിന് നമ്മൾ ഇതുപോലുള്ള കോട്ടൺ ക്ലോത്ത് ആയിരിക്കും ഏറ്റവും നല്ലത്. ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് മാറിക്കിട്ടണം, ഒട്ടും വെള്ളം ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത ശേഷം 1-2 പ്രാവശ്യം നോർമൽ വെള്ളം ചേർത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഊറ്റി കളയുക. എന്നിട്ട് ഇതുപോലെ ഒരു മണിക്കൂർ ഇതുപോലെ ഒന്ന് എവിടെയെങ്കിലും തൂക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് രസഗുല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് 1 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പനീറും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ പ്രസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്ലൈസ് ആ ഒരു ഷേപ്പിൽ ആക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ കെട്ടി തൂക്കി വെക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇനി ഒരിക്കൽ ഡീറ്റെയിൽ ആയിട്ട് പനീർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വിഭവങ്ങളൊക്കെ ഞാൻ ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ നല്ല മൈദയൊക്കെ നമ്മൾ കുഴച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ഉരച്ച് ഇതിൻ്റെ ആ ഒരു തരി പോലുള്ളതൊക്കെ ഉടച്ച് നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു രസഗുല ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് എത്രത്തോളം നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ടോ അത്രയും നമുക്ക് സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലൊക്കെ പിരിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ നമുക്ക് ഫ്രീ ഉള്ളപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഡോ ആക്കി തന്നെ എടുത്തിട്ടുണ്ട്, ഒട്ടും തരിയൊന്നും ഇല്ലാതെ. അപ്പോൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി ചെയ്യേണ്ടത് ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പിൽ നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും മെനക്കേടായിട്ടുള്ളത് ഇത് കുഴച്ചെടുക്കുന്ന ഒരു പണി തന്നെയാണ്. ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. അപ്പോൾ മൊത്തം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് വെള്ളവും ഇതിലോട്ട് 2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം.
ഇനി ഇതിലോട്ട് കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണ്. ഇപ്പോൾ ഈ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ 2 ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളക്കുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ബോൾസ് ഇട്ട് കൊടുക്കുക. ഈ ഒരു ബോൾസ് ഇട്ട് വെച്ച ശേഷം ഇതൊരു അരമണിക്കൂറോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തുറന്ന് നോക്കരുത് കേട്ടോ. അരമണിക്കൂറോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് അരമണിക്കൂറോളം കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ ബോൾസൊക്കെ കുറച്ച് വലുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു 1 മണിക്കൂറോളം മാറ്റി വെക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂറോളം ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ലോണം ഷുഗർ സിറപ്പൊക്കെ ഈ ഒരു ബോളിലോട്ടൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂറോളം മാറ്റി വെക്കാം. അപ്പോൾ ഇത് 1 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കാതെ തന്നെ 1 മണിക്കൂറോളം മാറ്റി വെക്കുക. അപ്പോൾ ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ ഈ ഒരു ബോളിലോട്ടൊക്കെ പിടിച്ചിട്ടൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു സ്പോഞ്ചി ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രസഗുല നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലോണം ഷുഗർ സിറപ്പൊക്കെ കയറി ഒരു സ്പോഞ്ചി ടൈപ്പിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പിരിഞ്ഞ പാല് നമ്മൾ ഇതുപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ചാൽ നമുക്ക് നല്ല കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിയുടെ അകത്ത് റോൾ ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ നമുക്ക് കറി പോലെ കൂട്ടി കഴിക്കാനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നല്ല ചൂടായ ശേഷം ഇതിലോട്ട് സവാള അരിഞ്ഞത്, ഒരു 1-2 സവാള അരിഞ്ഞത്, ഒരു 2-3 പച്ചമുളക്, ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അല്ലെങ്കിൽ ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പിരിഞ്ഞ പാൽ വെച്ചിട്ട് സാധാരണ പനീറൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നമ്മൾ പനീറിങ് പുറത്തുനിന്നൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പിരിഞ്ഞ പാൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം എളുപ്പത്തിൽ. നമുക്ക് ചിക്കനൊക്കെ ചേർക്കുന്നതിന് പകരം ഈ ഒരു നമ്മൾ പിരിഞ്ഞ പാൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ക്രഷ് ചെയ്ത പോലുള്ള പനീറില്ലേ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇതിലോട്ട് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ചേർക്കുന്ന സമയത്ത് അതുപോലെ ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് പനീർ മിക്സ്. നമ്മൾ നേരത്തെ പിരിഞ്ഞ പാൽ വെച്ചിട്ട് കാണിച്ചില്ല, ആ ഒരു സംഭവം തന്നെയാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് വാഷ് ചെയ്തിട്ട് വീണ്ടും വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് പിന്നെ ഇത് ക്രഷ് ചെയ്ത പോലുള്ള സംഭവമാണല്ലോ, പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഒന്ന് വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പനീർ മിക്സും മസാലയും എല്ലാം കൂടെ ഒന്ന് നല്ലോണം യോജിക്കണം, മസാലയൊക്കെ പിടിക്കണം ഈ ഒരു പനീർ മിക്സിലോട്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ ഇതിൽ റോൾ ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ നമുക്കിത് ചപ്പാത്തിയും ഈ ഒരു കറിയുമായിട്ടും സെർവ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ റോൾ ചെയ്തിട്ടൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ചിക്കൻ ചേർക്കുന്നതിന് പകരം നമ്മൾ ഈ ഒരു പനീർ മിക്സ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേറൊരു വിഭവം, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു പനീർ മിക്സ്, പിരിഞ്ഞ പാലൊന്ന് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പനീർ മിക്സിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വെറുതെ കളയുന്നതിന് പകരം ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോഴും വേറെ ഒന്നും ചെയ്യേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പിന്നെ വേറെ പനീർ വെച്ചിട്ട് അഫ്ലാത്തൂണ്, അതുപോലെ പനീർ ഉണ്ടാക്കുന്നതും വേറെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഞാൻ ഇനിയൊരിക്കൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനിയും ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ ഇനിയൊരു വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അപ്ലോഡ് ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്